ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 64 ഇഞ്ചിന്റെ ആകാരവടിവുമായി വന്ന വിരാട് പുരുഷനെന്ന് പരിവേഷിക്കപ്പെട്ട ആള് ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്ന വേളയിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നൽകിയ ഒരു വാഗ്ദാനമാണ് 15 ലക്ഷം രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി ഗവൺമെന്റ് നിക്ഷേപിക്കുമെന്നുള്ളത്. അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്ന വേളയിൽ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ള ഏതോ ഒരാള് അദ്ദേഹത്തിന് അക്കൗണ്ടുള്ള ബാങ്കിൽ പോയി ചോദിച്ചു, അത്രേ എന്റെ അക്കൗണ്ടിൽ ഇതുവരെ പ്രധാനമന്ത്രി പറഞ്ഞ 15 ലക്ഷം രൂപ വന്നില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അന്ന് എല്ലാ ആളുകളും ഈ പൈസ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയതായി ബാങ്കുകളിൽ അക്കൗണ്ട് എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അക്കൗണ്ട് പുതുതായി ആരംഭിച്ചപ്പോൾ അവരിട്ട മിനിമം ബാലൻസിനെ പരിപൂർണമായി SBI പോലെയുള്ള ബാങ്കുകൾ മുക്കി എന്നുള്ളതല്ലാതെ ഈ പാവപ്പെട്ടവർക്ക് ഒരു പൈസ പോലും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. കുറച്ചുകൂടി ആഗോള ഭീകരന്മാരായ ആളുകൾക്ക് വഞ്ചിക്കുവാനും പറ്റിക്കുവാനുമുള്ള പണം സ്വരൂപിച്ചു കൊടുക്കുകയായിരുന്നു ഇന്ത്യയുടെ ഭരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംഘടിത കൊള്ള എന്ന് മറ്റൊരു പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ആള് വിശേഷിപ്പിച്ച ഇന്ത്യയിലെ നോട്ട് നിരോധനം. ഒരുപക്ഷെ നമ്മളൊക്കെ ഉളുപ്പില്ലാത്തവരെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടി വരുന്ന കേരളത്തിന്റെ BJPയുടെ നേതാക്കന്മാരുൾപ്പെടെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോളും 40 രൂപയ്ക്ക് ഡീസലും ലഭിക്കുന്ന സമസ്തസുന്ദരമായ ഒരു ഇന്ത്യ രാജ്യത്തിന്റെ സ്വപ്നത്തിനു വേണ്ടിയും, അൽഫോൻസ് കണ്ണന്താനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശൗചാലയമില്ലാതെ വെളിയിടങ്ങളിൽ വിസർജിക്കപ്പെടുന്ന ആളുകൾക്ക്, വിസർജനം നടത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഇന്ത്യയിലെമ്പാടും ശൗചാലയം നിർമ്മിക്കുവാൻ വേണ്ടിയുമുള്ള ഒരു പ്രതിപ്രവർത്തനമായി പിന്നീട് വില കൂട്ടിയപ്പോൾ പറയപ്പെടുകയും ചെയ്ത നോട്ട് നിരോധനം. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംഘപരിവാരം പ്രവർത്തിക്കുന്നത് എന്ന ഒരു വ്യാജ പ്രവർത്തനം ലോകത്ത് നടക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ പെട്രോൾ അടിക്കുവാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലേക്ക് ചെല്ലുന്ന ഒരാളുടെ ജാതി നോക്കിയിട്ട് ഹിന്ദുവിന് 40 രൂപയ്ക്ക് പെട്രോളും, മുസ്ലിമിന് 80 രൂപയ്ക്ക് പെട്രോളും, ക്രിസ്ത്യാനിക്ക് 65 രൂപയ്ക്ക് പെട്രോളും എന്ന് പറയുന്ന ഒരു ലെവലില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. 130 കോടിയോളം വരുന്ന ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് 130 കോടി ആളുകളിൽ 130 കോടി ആളുകളും പെട്രോളിന്റെ ഉപഭോക്താക്കളാകുമ്പോൾ അതിൽ 30 കോടിയോളം വരുന്ന മതന്യൂനപക്ഷങ്ങളും മറ്റു വിഭാഗങ്ങളും കഴിഞ്ഞാൽ 100 കോടിയോളം വരുന്ന ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവനും ഇതേ വില കൊടുത്ത് തന്നെയാണ് പെട്രോൾ വാങ്ങുന്നത് എന്ന് തലയ്ക്ക് സ്ഥിരമുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമല്ല നടക്കുന്നത്, മറിച്ച് RSSന് വേണ്ടിയുള്ള, സംഘപരിവാറിന് വേണ്ടിയുള്ള, അവർക്ക് പണം സ്വരൂപിക്കുവാൻ വേണ്ടിയുള്ള, അവരുടെ ആയുധ കച്ചവടത്തിന് വേണ്ടിയുള്ള, അവർക്ക് നാളെ ഒരു കലാപം ആസൂത്രണം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ അവരുടെ നിലപാടിനെ അടിയുറപ്പിച്ചു നിർത്തുവാനുള്ള സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുവാൻ വേണ്ടിയായിരുന്നു ഈ സംഘടിത കൊള്ള എന്ന നോട്ട് നിരോധനം നടന്നത് എന്നത് നാം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ആളുകൾ വളരെ ദൂരം പിറകോട്ട് പോവുകയും ഭരണാധികാരികൾ ബഹുദൂരം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നുപോയത്. ഞാൻ പറഞ്ഞത്, സംഘപരിവാർ എപ്പോഴും നുണകളിൽ പൊതിഞ്ഞ ഒരു വലിയ രൂപത്തിൽ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ദേശീയതയുടെ പേരിലാണ് പറഞ്ഞത് തിയേറ്ററുകളിൽ ഉൾപ്പെടെ ദേശീയ ഗാനം ചൊല്ലണം. അത് അടൽ സൊല്ലി സിനിമയാണ് ആ തിയേറ്ററുകളിൽ നടത്തുന്നതെങ്കിലും ദേശീയതയ്ക്ക് എന്തെങ്കിലും ഗുണമുള്ളതോ ഗുണമില്ലാത്തതോ ആയ സിനിമകളാണ് അവിടെ നടത്തുന്നതെങ്കിലും ഒരാൾ തിയേറ്ററിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴും തോന്നും രസകരമായ കാര്യമാണ്, ഇതെന്തൊരു ദേശീയതയാണ്, തിയേറ്ററിന്റെ ഉള്ളിൽ പോലും ജനഗണമന ചൊല്ലണമെന്നുള്ളത്. പക്ഷെ എഴുന്നേറ്റ് നിന്ന് ചെല്ലുന്ന സംഖ്യകൾ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. പഞ്ചാബ്, ഹിന്ദ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത എന്ന് പറയുമ്പോൾ ഈ പഞ്ചാബ്, സിന്ധ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലല്ല. ഈ പഞ്ചാബ് എന്ന് പറയുന്ന യഥാർത്ഥ പഞ്ചാബ് ഇന്ന് ഉള്ളത്, പ്രിയമുള്ള സഹോദരങ്ങളെ, പാകിസ്ഥാനിലാണ്. സിന്ധ് എന്ന് പറയുന്നതും പാകിസ്ഥാനിലാണ്. അപ്പോൾ ഒരാൾ ദേശീയഗാനം ചെല്ലുന്ന സംഘപരിവാറിന്റെ ഒരു RSSകാരൻ എഴുന്നേറ്റ് നിന്ന് ദേശീയഗാനം ചെല്ലുമ്പോൾ
ചെല്ലുമ്പോൾ അയാൾ പുകഴ്ത്തുന്നത് അയാളുടെ ശത്രു എന്ന് എപ്പോഴും അയാൾ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്ന ഈ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായ പാകിസ്ഥാന്റെ രണ്ട് വലിയ പ്രവിശ്യകളെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ ഓരോ സംഘപരിവാറുകാരനും ദേശീയഗാനം പാടുന്നത്. അല്ലെങ്കിൽ പിന്നെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത എന്ന് പറയുമ്പോൾ പഞ്ചാബിനെയും സിന്ധിനെയും ഒഴിവാക്കിക്കൊണ്ട് വേണം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ രാജ്ഭവനിൽ ഇരിക്കുന്ന ബഹുമാന്യനായ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും റളിയല്ലാഹു അൻഹു ചൊല്ലിപ്പോവും പേര് കേട്ടാല് അങ്ങനെയുള്ള പേരിന്റെ ഉടമയാണെങ്കിൽ പോലും ഈ പറയുന്ന ആൾ ഉൾപ്പെടെ ഉള്ളവർ ചെല്ലുന്നത് അവർ തന്നെ പ്രഖ്യാപിച്ച അവരുടെ ഏറ്റവും വലിയ ശത്രു രാജ്യത്തിന്റെ രണ്ട് വലിയ പ്രവിശ്യകളെ പുകഴ്ത്തിക്കൊണ്ടാണ് അവർ ഇത് ചൊല്ലുന്നതെന്നാണ്. പക്ഷെ കേൾക്കുന്നവർക്ക് തോന്നും കൊള്ളാം, പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു അജണ്ട ഉണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഒരു 100 അടിച്ചിട്ട് ഏതെങ്കിലും തിയേറ്ററിൽ കയറിയെന്ന് സിനിമ കാണുമ്പോൾ അവൻ എന്ത് ദേശീയഗാനം അവൻ ഏതെങ്കിലും സീറ്റിൽ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ എടാ ഒരു ദേശവിരുദ്ധൻ ഇരിക്കുന്നു അവനെ തല്ലിക്കൊല്ലടാ എന്ന് പറയാനുള്ള പേപ്പട്ടിയെ പോലെ ജനങ്ങളെ തല്ലിക്കൊല്ലുവാനുള്ള ഒരു അജണ്ട ഉണ്ടാക്കിയെടുക്കലാണ് RSSന്റെ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ പ്രചരണം ഇതിലൂടെ നടത്തുന്നത്. അല്ലാതെ ഇവർക്ക് എന്ത് ദേശീയതയാണ്? ഒരു ദേശീയതയും RSSന് അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്. ദേശീയത അവകാശപ്പെടാനുള്ളവരായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യം എന്നും വിദേശ ഭീഷണികളിലൂടെ കടന്നു വന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം ഇവിടെ പലരും സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് വൈദേശിക അധിനിവേശങ്ങളെ സ്വീകരിക്കേണ്ടി വന്ന രാജ്യമാണ് നമ്മുടെ നാട്. നമ്മുടെ നാട്ടിലേക്കാണ് പോർച്ചുഗീസുകാർ കടന്നു വന്നത്. ആ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് നമ്മൾ ഇരകളായവരാണ്. ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെല്ലാം കടന്നു വന്നു നമ്മുടെ മാതൃഭൂമിയെ, നമ്മുടെ മാതൃരാജ്യത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ രാജ്യത്തിനെ പരിപൂർണമായി തകർക്കുവാൻ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ, നമ്മളെ അടിമകളാക്കി വെക്കുവാൻ, കൊളോണിയൻ അടിമകളുടെ കേന്ദ്രമായി നമ്മുടെ നാടുകളെ മാറ്റുവാൻ വേണ്ടി ആ അധിനിവേശ ശക്തികളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നമ്മുടെ നാടുകൾ നടക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറു വിരല് പോലും അനക്കുവാൻ പറ്റാത്ത ആളുകൾ എന്ന ലേബലിലാണ് ഗുജറാത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ 3000 കോടി രൂപയുടെ വലിയ ഒരു പ്രതിമ പണിയപ്പെട്ടപ്പോൾ RSSന്റെ ദേശീയ നേതാക്കളുടെയോ മൺപറഞ്ഞു പോയ അവരുടെ നേതാക്കന്മാരുടെയോ പ്രതിമ പണിയുന്നതിന് പകരം അഹമ്മദാബാദില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാട്ടില് ഒരു പ്രതിമ പണിയപ്പെട്ടപ്പോൾ ആ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിൽക്കുകയും ഇന്ത്യൻ യൂണിയനിലേക്ക് ഇന്ത്യ രാജ്യത്തെ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ നിർമ്മിക്കേണ്ടുന്ന ഗതികേടിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മജിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ വെടിവെച്ച് കൊല്ലുവാൻ വന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള നാഥുറാം വിനായക് ഗോഡ്സെയോടൊപ്പം പ്രവർത്തിച്ചു വരുന്നവരായ പലരെയും രക്ഷപ്പെടുത്തി കൊടുത്തതിൻ്റെതായ ഒരു നന്ദി സൂചകമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ദേശീയ നേതാവിനെ ഉയർത്തി കാട്ടുവാനില്ലാത്തതിന്റെയോ അനന്തര ഫലമായിട്ടാണ്, പരിണിത ഫലമായിട്ടാണ് 3000 കോടി രൂപയുടെ പ്രതിമ. ആ പ്രതിമ വന്നപ്പോൾ അതിൽ അവരുടെ നേതാവിനെ അവർക്ക് പ്രതിഷ്ഠിക്കുവാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ അവരുടെ നേതാവായി അവർക്ക് പിൽക്കാലത്ത് അനുഭവപ്പെട്ട ഒരാളിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കുവാൻ അവർ പരിശ്രമിച്ചതും അതുകൊണ്ടാണ്. ഇവിടെ നേരത്തെ പ്രസംഗിച്ച മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ കമന്റുകൾ നമുക്കറിയാം. ഷൂസിന്റെ അടി ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ദേശീയ പ്രസ്ഥാനങ്ങളിൽ എവിടെയും അവർക്ക് എടുത്തു പറയാൻ ഒരു പ്രവർത്തനമില്ല. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സമരങ്ങൾ നടക്കുമ്പോൾ 1857 ഉൾപ്പെടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് അണപൊട്ടി ഒഴുകിയപ്പോൾ അതിലെവിടെയും അണിചേരാൻ പറ്റാതെ നിൽക്കുകയും, നമ്മുടെ ചില പ്രഭാഷകർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ജാഥ വഴിയിലൂടെ പോകുമ്പോൾ ആ ജാഥ കാണാൻ വേണ്ടിയിട്ട് ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് വേലിയുടെ പരിസരത്ത് ഒളിഞ്ഞു നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ജാഥ പോകുന്നത് നോക്കി നിന്നപ്പോൾ ഒരു നീർക്കോലിയെങ്കിലും കടിച്ചു മരിച്ചുപോയ ഒരു RSSകാരൻ ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും അവർ രാജ്യത്തിന്റെ മുഖ്യാവകാശികളായി പ്രഖ്യാപിക്കുമ്പോൾ പോലും അവർക്ക് നിവർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് നല്ലതുപോലെ പറയാൻ പറ്റാത്ത ഒരു ഗതികേട് അവർക്ക് വരുന്നത് ഈ ഒരു ദേശീയ പ്രസ്ഥാനങ്ങളിൽ അവരില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. ഇപ്പോൾ നടക്കുന്ന രണ്ടാം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ നമുക്ക് അവർക്കെതിരെ സമരം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയായി പ്രപഞ്ചനാഥനായി കാവ്യനീതി പോലെ ഒരവസരം നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇന്ത്യ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവനും രക്തവും നൽകിയപ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷ്
ബ്രിട്ടീഷുകാരുടെ തോൽക്കുടലിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകളെ വിരിമാറ് കാണിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരുടെ ജീവൻ നൽകിയപ്പോൾ അവരെ ഒറ്റുകൊടുത്തവരായിരുന്ന ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായിരുന്ന അവരുടെ ശൂനക്കികളായിരുന്ന അവർക്ക് പാദസേവ ചെയ്തിരുന്നവരായിരുന്ന ഈ രാജ്യത്തിന്റെ ഒറ്റുകാരെ ഈ രാജ്യത്ത് ഒറ്റപ്പെടുത്തുവാനും അവരെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുവാനും ഇന്ത്യ രാജ്യത്തിനെ ഒരു സംഘീ വിമുക്ത ഭാരതമാക്കി മാറ്റുവാനുമുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയായി നമുക്ക് ഇവിടെ അവസരം നൽകിയിരിക്കുകയാണ്. അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിലെ യഥാർത്ഥ പൗരന്മാർ എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ നമുക്ക് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എവിടെ നിന്നും ഓട് പൊളിച്ചു വന്ന ആളുകളല്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എവിടെ നിന്നാണ് ഓട് വിളിച്ചു വന്നത്? ഞാനും ബഹുമാനപ്പെട്ട സാബു കൊട്ടാരക്കരയും ഒരുമിച്ചാണ് ഈ പരിപാടിയിലേക്ക് വന്നത്. ഞങ്ങൾ തമാശയായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളൊക്കെ ഈ രാജ്യത്തിന്റെ ആളുകളാണ്. നമ്മുടെ നാടുകളിലേക്ക് ഇന്ത്യ രാജ്യത്തിലേക്ക് 11 പേര് മാത്രമാണ് മുസ്ലിമീങ്ങളായ ആളുകൾ വന്നത്. പിൽക്കാലഘട്ടത്തിൽ പലരും വന്നിട്ടുണ്ട്. ആ വന്നവരെല്ലാം വന്നത് 5, 6, 10, 15 പേരുള്ള സംഘങ്ങളായിട്ടാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് 30 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങള് നിവർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇന്നിരിക്കുന്നവരുടെ മുൻഗാമികളായ സംഘപരിവാറിന്റെ ആദിമ രൂപങ്ങളുടെ ജാതി മേൽക്കോയ്മയുടെ പീഡനങ്ങൾ സഹിക്കവെയാണ് മതപരിവർത്തനം ചെയ്തവരുടെ പിൻഗാമികളാണ് ഞാനും നിങ്ങളും എന്നുള്ളത് അന്തസ്സോടെ നമുക്ക് വിളിച്ചു പറയാം. ഇവിടെ ഒരു DNA പരിശോധന നടക്കട്ടെ. ഒരു DNA പരിശോധന നടത്തിയിട്ട് ഇന്ത്യ രാജ്യത്തെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ സിന്ധു നദീതട സംസ്കാരത്തിന്റെയും ഹാരപ്പയുടെയും മോഹൻജദാരോയുടെയും ഇന്ത്യ രാജ്യത്തിന്റെ ആദിമ ദ്രാവിഡ സംസ്കൃതിയുടെ പരിവർത്തനങ്ങളെ ലോകത്ത് കാട്ടിക്കൊടുത്ത ഒരുപാട് കഥകൾ ലോകത്ത് പറഞ്ഞുകൊടുത്ത ഈ മണ്ണിന്റെ മക്കളായ ഈ ഭാരതത്തിന്റെ മക്കളായ ഇന്ത്യ രാജ്യത്തിന്റെ ആദിമ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഉടമകളായ ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കളെന്ന് ആർക്കെങ്കിലും അവകാശപ്പെടുവാൻ പറ്റുമെങ്കിൽ അവകാശപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ഈ രാജ്യത്തിന്റെ ജാതി വ്യവസ്ഥയുടെ മേൽക്കോയ്മയില് അടിച്ചമർത്തപ്പെട്ടു പോവുകയും പീഡനങ്ങൾ സഹിക്കവയ്യാതെ വരികയും ചെയ്തപ്പോൾ മതപരിവർത്തനം ചെയ്ത് മുസ്ലിമീങ്ങളായവരുടെ പിൻഗാമികളാണ് ഇന്ന് ഈ സമരപന്തലിൽ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു DNA പരിശോധന നടത്തുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ തീർച്ചയായും ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരല്ലാതായി തീരുന്നത് ഈ രാജ്യത്തിന്റെ ബ്രാഹ്മണന്മാരാണ്. കാരണം ബ്രാഹ്മണന്മാർക്ക് ഇന്ത്യയിൽ ഒരു അവകാശവുമില്ല. അവർ ഇന്ത്യക്കാരല്ല. അവർ പേർഷ്യൻ നാടുകളിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്ന് ഇവിടുത്തെ ആദിമ ദ്രാവിഡ സംസ്കാരത്തിന് പരിപൂർണമായി ആട്ടിപ്പായിച്ചുകൊണ്ട് ഇവിടെ ഒരു ആര്യ മേധാവിത്വം ഉണ്ടാക്കിയവരാണ്. അവരാണ് രാജ്യത്തെ പൗരന്മാരല്ലാതായി തീരുക. ഒരിക്കലും മുസ്ലിമീങ്ങൾ രാജ്യത്തെ പൗരന്മാരായി അല്ലാതാവുകയില്ല. ഈ രാജ്യത്തെ ക്രൈസ്തവരല്ലാതാവുകയില്ല. എന്നെയൊക്കെ നോക്കുമ്പോ അറിയാമല്ലോ, കറുത്ത ശരീരത്തിന്റെ ഉടമകളാണ്. തീർച്ചയായും ഒരു 10, 15, 20 അപ്പുറത്തെ ഒരു തലമുറ നോക്കുമ്പോൾ ഒരു പുലയനോ പറയനോ അല്ലെങ്കിൽ ഒരു കൊശവനോ മണ്ണാനോ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കുടുംബ മഹിമയുടെ പേരിൽ അഹങ്കരിക്കുന്ന കാക്കാമാരുടെ ചില ആളുകൾക്ക് ഞങ്ങൾ വലിയ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നുള്ള ചില പൊങ്ങച്ചമുണ്ടായിരുന്നു മലബാറുകളിൽ. ആ പൊങ്ങച്ചമുള്ള മാപ്പിളമാരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി പറഞ്ഞത്, നിങ്ങൾ കുടുംബ മഹിമയുടെ പേരില് പൊങ്ങച്ചം നടിക്കരുത്. നിങ്ങളുടെയൊക്കെ ജനിതകമായ അവസ്ഥ പരിശോധിച്ചു നോക്കുമ്പോ ആശാരി മൂശാരി മണ്ണാനു പറയരോ ഭയപ്പാനു ചെട്ടിയോ എന്ന് തുടങ്ങിയ ഈ രാജ്യത്തെ അധസ്ഥിത വർഗത്തിൽപ്പെട്ട ആളുകള് കൺവെർട്ട് ചെയ്ത് പൊന്നാനിയിലോ മറ്റേതെങ്കിലും സഭകളുടെ മുന്നിൽ പോയിട്ട് മുസ്ലിമായിട്ട് പിന്നെ ആ പരമ്പരയിലൂടെ കടന്നു വന്നവരാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെന്ന് ഉറപ്പിക്കാം എന്ന് പറയുമ്പോൾ ജനിതകമായി പോലും നമ്മൾ ഈ രാജ്യത്തിന്റെ അവകാശികളാണ്. ജീവിത ശൈലിയിലും നമ്മൾ ഈ രാജ്യത്തിന്റെ അവകാശികളാണ്. രാജ്യത്തിനോടുള്ള കൂറിന്റെ പേരിലും നമ്മൾ ഈ രാജ്യത്തിന്റെ അവകാശികളാണ്. അവകാശികളല്ലാതായി തീരുന്നത് ആര്യ ബ്രാഹ്മണ വർഗവും അതോടൊപ്പം തന്നെ അവരുടെ പാത പിൻപറ്റുന്നവരുമായ ആളുകളാണ്. ഒരുപാട് കാലമായി ഇവർ പലതും ചെയ്തു കൂട്ടിയവരാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടി. ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ ഈ സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കി.
ഒരുപാട് വർഗീയ കലാപങ്ങളിലൂടെ വംശീയ ഉന്മൂലങ്ങളിലൂടെ ഈ സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കി, മാനസികമായി തളർത്തി നോക്കി, സാമ്പത്തികമായി തളർത്തി നോക്കി. ഒന്നുകൊണ്ടും പറ്റുകയില്ല എന്ന് കണ്ടപ്പോൾ ഈമാനിക ആവേശമുള്ള ഈ ശക്തിയെ തകർത്തു കളയുവാനുള്ള അവസാനത്തെ അടവുമായി നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ചു മുന്നിട്ട് ഞങ്ങളുടെ അടിയാധാരങ്ങൾ ശേഖരിക്കുന്ന ജോലിയല്ല ഞങ്ങൾക്കുള്ളത്. ആ അടിയാരങ്ങൾ ഇനി ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ പോലും അത് നാളെ വലിച്ചു കീറി പറമ്പിലെറിഞ്ഞിട്ട് നിന്റെ മുന്നിൽ കാണിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ഈ ജീവനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളുള്ളത്. യാ ബത്താൽ എന്നാണ് വിളിച്ചത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. തുക്ടി സാഹിബിനെ വിളിച്ചത് യാ ബത്താൽ എന്നാണ്, എടാ വിഡ്ഢി എന്നാണ് വിളിച്ചത് മുഖത്ത് നോക്കിയിട്ട്. അയാൾ ദിവാശിയോട് ചോദിച്ചോത്രേ, എന്താണ് ഈ മുസ്ലിയാർ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചാലോ. ബത്താൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ പ്രിയമുള്ള സഹോദരങ്ങളെ ചാവക്കാട് കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രിമിനൽ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തിനെ തുറുങ്കിലടയ്ക്കുവാൻ ഒരുങ്ങിയപ്പോൾ യാ ബത്താൽ എന്നാണ് വിളിച്ചത്, എടാ വിഡ്ഢി എന്നാണ് വിളിച്ചത്. എടാ വിഡ്ഢി, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ കരം തരണമെന്ന് പറയുന്ന നീയാണ് വിഡ്ഢി, നീ നിന്റെ നാട്ടിലേക്ക് മടങ്ങി പോവുക എന്ന് പറഞ്ഞ ബഹുമാനനായ ഉമർ ഖാദിയുടെ പിൻതലമുറക്കാരാ പറയുന്നത്. ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ തിരിച്ചു വെക്കുക, മടക്കി വെക്കുക. നിങ്ങളുടെ ഭീഷണികളുടെ മുന്നിൽ ഞങ്ങൾക്ക് വീടാൻ പറ്റുകയില്ല. ഞങ്ങൾക്കറിയാം ഈ രാജ്യത്തെ ഞങ്ങളെ അന്യവൽക്കരിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ബാബു ബജറംഗി എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അയാള് ഗുജറാത്തിന്റെ കലാപഘട്ടങ്ങളിൽ മുന്നിൽ നിന്ന ആളാണ്. അയാൾ ജനങ്ങളുടെ മുന്നിൽ പിന്നെ വന്ന് തെഹൽക്ക ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മീഡിയകളുടെ മുന്നിൽ പറഞ്ഞെന്താണെന്ന് അറിയുമോ? ഞാൻ ഗർഭിണികളായ മുസ്ലിം പെണ്ണുങ്ങളുടെ വയറ് പിളർന്നു. ആ ഗർഭിണികളായ മുസ്ലിം പെണ്ണുങ്ങളുടെ വയറ് പിളർന്നിട്ട് ഞാൻ അവരുടെ ഗർഭസ്ഥ ശിശുവിനെ ഭ്രൂണത്തിനെ തൃശൂലത്തിൽ കുത്തി അന്തരീക്ഷത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ, ബാബു ബജിറംഗി എന്ന് പറയുന്ന ആള് ഇന്ത്യയുടെ പൗരനാവുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാവുകയും ഇന്ത്യയുടെ പ്രഥമ പൗരനായി രാഷ്ട്രപതിയായി അവരോധിതനാവുകയും ആ രാഷ്ട്രപതി ഭവനിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന്റെ പിൻതലമുറക്കാർക്ക് ഈ രാജ്യത്ത് പൗരത്വം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന തോന്നിവാസത്തിനെ അംഗീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല. കലാപകാരിക്ക് പൗരത്വമുണ്ട്. ഈ രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പരിശ്രമിച്ചവന് ഇവിടെ ഒരു കാരണവശാലും അവൻ ഇവിടെ യാതൊരുവിധ പൗരനും അല്ല എന്ന് പറയപ്പെടുന്നതിന് അംഗീകരിക്കുവാൻ പറ്റുകയില്ല. നാഥുറാം വിനായക ഗോഡ്സെക്ക് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിന് നേരെ നിറയൊഴിക്കുമ്പോൾ കൈപറയ്ക്കാട്, കാല് പതറാട്, നെഞ്ചു പതറാട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന് ഫക്കീറെന്ന് വിൻസെന്റ് ചർച്ചിന് പോലും വിളിച്ച അർദ്ധനഗ്നനായ ഫക്കീറിന്റെ ചുക്കിച്ചുളിഞ്ഞു പോയ ശരീരത്തിന്റെ നേരെ വെടിയുതിർക്കുവാൻ ഒരുങ്ങിവന്ന ഇന്ത്യയുടെ ഒന്നാമത്തെ തീവ്രവാദിയായ നാഥുറാം വിനായക ഗോഡ്സെയുടെ സംഘപരിവാരത്തിനിവിടെ നിങ്ങൾ പൗരത്വം നൽകുകയോ, മറുഭാഗത്ത് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരി മുസ്ലിയാരെ പോലെ, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, ടിപ്പു സുൽത്താനെ പോലെ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ പോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർക്ക് ഇവിടെ പൗരത്വം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ബില്ല് ഞങ്ങൾക്ക് അംഗീകരിക്കുവാൻ പറ്റുകയില്ല. ആരും പുറത്തു പോകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ആരെയും അകത്താക്കണമെന്നും പറയുന്നില്ല. തീവ്രവാദികളായ ആളുകൾ നുഴഞ്ഞു കയറിയെങ്കിൽ അവരെ കണ്ടുപിടിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ആ സംവിധാനങ്ങളിലൂടെ നിങ്ങൾ തീവ്രവാദികളെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരെ നിങ്ങൾ പുറന്തള്ളുക. അതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയാണെങ്കിലും, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയാണെങ്കിലും, ബംഗ്ലാദേശിൽ നിന്ന് വന്നവനാണെങ്കിലും, അവൻ തീവ്രവാദിയാണെങ്കിൽ, അവൻ നുഴഞ്ഞു കയറിയവനാണെങ്കിൽ, സാധുവായ അഭ്യർത്ഥി അല്ലാതെ നുഴഞ്ഞു കയറി വന്നവനാണെങ്കിൽ പുറത്താക്കപ്പെടട്ടെ. പക്ഷേ നിങ്ങൾ കാണിക്കുന്ന മതപരമായ വിവേചനത്തിലൂടെയുള്ള ഒരു പുറത്താക്കലിന് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ പറ്റുകയില്ല. അതിനെതിരെയുള്ള സമരത്തില് അവസാന ശ്വാസം വരെയും അവസാന ജീവൻ പൊലിഞ്ഞു തീരുന്നത് വരെ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ നല്ലതുപോലെ ഈ സമരം ആളിക്കത്തിക്കപ്പെടും. ഈ സമരം എവിടെയും തീരുകയില്ല. പുരക്കകത്തിരുന്ന് മുദ്രാവാക്യം വിളിച്ച പലരും പറയുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങുമ്പോ സൂക്ഷിക്കണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണമില്ല. പുരക്കകത്തിരുന്നിട്ട് ഒരു വിപ്ലവവും വിജയിച്ചിട്ടില്ല. തെരുവുകളിലാണ് വിപ്ലവം വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഈ സമരം ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇത് വീക്ഷിക്കുന്നവർ അതിന് ഉത്തരവാദിത്തമായ രൂപത്തിൽ യാതൊരുവിധ കോട്ടവുമില്ലാതെ എത്തിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്, എന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇതൊരു തുടക്കമാകട്ടെ, ഇതൊരിക്കലും ഒരു അവസാനം
അവസാനമല്ല, ഇതൊരു തുടക്കമാകട്ടെ. നാളെയുടെ പുലർക്കാലങ്ങളിൽ ഇന്ത്യയുടെ തെരുവീതികളിൽ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഭരണഘടനയുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കുവാനും ഈ രാജ്യത്ത് മനുഷ്യനായി ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഒന്നാമത്തെ സമരമായി ഇത് മാറട്ടെ. ഒരിക്കലും അവസാനത്തെ സമരമായി മാറാതിരിക്കട്ടെ.